ഇന്ന് മത്തനും പയറും എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല കുതിർന്നിട്ടുണ്ട്. ഞാനതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്കതൊന്ന് ഒരു 3-4 വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല വെന്തോട്ടെ. അപ്പോഴേക്കും നമുക്കത് വിസിൽ വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 1/2 കഷ്ണം മത്തൻ ഇരിക്കുന്നുണ്ട്. ഇത് തൊലി പഴുത്തിട്ടൊന്നുമില്ല, പച്ചമത്തൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ തൊലി ചീവുന്നില്ല. നമ്മൾ പഴുത്ത മത്തനാണെങ്കിലല്ലേ നമ്മൾ തൊലി ചീവുക. ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ തൊലി ചീവാണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കുരു ഞാനിത് വറുത്ത് കഴിക്കാറുണ്ട്. നമ്മൾ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അങ്ങോട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. അത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിയ കഷ്ണങ്ങൾ തന്നെയാണ്. ശരിക്കും അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ കുരു ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വറുത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയത് നല്ലതാണ് കേട്ടോ, മത്തൻ കുരു വറുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരുപാട് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം എടുത്തിട്ട് അത് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം വേണം, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേണം. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജീരകവും ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. ഇതിൽ വല്ലാണ്ട് എരിവ് മുന്നിട്ട് നിൽക്കണ്ട, കുറച്ച് എരിവ് മതി. കാരണം ശരിക്കും അങ്ങനെ എരിവ് ഉണ്ടാവില്ല. നമുക്ക് കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണല്ലോ എരിശ്ശേരി എന്ന് പറയണത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവ് മതി കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നോക്കി നോക്കാം. ഞാനത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരുതരുന്നതിന് വേണം. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എനിക്ക് വിസിലൊക്കെ വന്ന് ഞാൻ വിസിലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പയർ നന്നായി വെന്തിട്ടുണ്ട്. നോക്കി നോക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പയർ വെന്തിട്ടുണ്ട്, അടി പിടിച്ചിട്ടൊന്നുമില്ല, വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. ഉണ്ടോ? നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പയർ നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ മത്തനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് ഇതിലേക്ക് മത്തൻ വേവാനുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, മത്തൻ വേവാനുള്ള വെള്ളം മാത്രം മതി. കാരണം പയർ നമുക്ക് വെന്ത് കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തോളൂ. കുറച്ചിട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാളികേരം അരച്ചതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വിസിൽ വെക്കാതെ നമുക്കിത് വേവിച്ചെടുക്കാം. വിസിൽ വെച്ചാൽ നമ്മുടെ ഈ മത്തൻ വെന്തുടഞ്ഞു പോകും. അപ്പോൾ വിസിൽ വെക്കേണ്ട. അങ്ങനെ ശരിക്കും മത്തൻ വെന്തുടഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് അത് എരിശ്ശേരിയല്ല, പിന്നെ അത് വേറെന്തോ കറിയായി മാറും. അപ്പോൾ അതുകൊണ്ട് മത്തൻ അങ്ങനെ തന്നെ കിടക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിസിലങ്ങ് ഊരി മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഇത് വേവായിട്ടുണ്ടാവും. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായി. നോക്കി നോക്കാം. ഒരു കഷ്ണം എടുത്ത് നോക്കാം. നോക്കട്ടെ. നല്ല ചൂട് ഉണ്ടോ? നല്ല വെന്തിട്ടുണ്ട്. നല്ല മത്തൻ നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഉടഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇനി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. മിക്സി ജാറ് കഴുകിയിട്ട് ഒരു ശർക്കര ഒരു കുറച്ച് വെള്ളത്തിൽ ആ മിക്സി ജാറിൽ നിന്ന് കഴുകിലേക്ക് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയായി മാറും. അപ്പോൾ എരിശ്ശേരി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കട്ടിയിലുണ്ടാവുക. നമുക്ക് സദ്യക്ക് കിട്ടണത് നല്ല കട്ടിയിലാവും. ഇത് ഞാൻ ചോറിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് വെച്ചത്. ഇനിയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറിയായി മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വശത്തിന് നന്നല്ല. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി വേണം. നല്ല മണമുള്ള കറിവേപ്പിൻ്റെ ഇല തന്നെ എടുക്കാൻ നോക്കുക. കാരണം ചെടിയിൽ നിന്ന് അപ്പം തന്നെ പൊട്ടിച്ചിട്ട് വരുന്ന കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറായി മൂക്കുന്നവരേക്ക് നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോയാലും നന്നല്ല, ചെറിയ ഉള്ളി കരിഞ്ഞു പോയാലും അതിൻ്റെ ഒരു മണം സ്വാദൊക്കെ മാറിപ്പോവും. നല്ല ബ്രൗൺ കളർ ആയില്ലെങ്കിലും അതിൻ്റെ ആ ഒരു മണം ടേസ്റ്റും വരില്ല. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ എരിശ്ശേരിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ താളിപ്പൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ എരിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ്, ഏത് കറിയാണെങ്കിലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് ചാറെടുത്തിട്ട് ഈ ചട്ടിയിൽ എണ്ണയുടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഉണ്ടോ, ഇതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായി. അങ്ങനെ നമ്മുടെ മത്തൻ എരിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മത്തനും വൻപയറും എരിശ്ശേരിയാണ്. കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതിനി ഒന്ന് തണുത്ത് വരുമ്പോൾ ഇനിയും കട്ടിയാവും. അപ്പോൾ ചോറിലേക്ക് ആയതുകൊണ്ട് ഇത് സൈഡ് ഡിഷല്ല, മെയിൻ ഡിഷിനായതുകൊണ്ട് ഇത്ര കുറച്ച് വെള്ളം വെച്ചതാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.